ഹലോ, എൻ്റെ പേര് അനുജിത്ത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ എൻ്റെ ഡെയിലി വ്ളോഗാണ്. എഡിറ്റിംഗ് ഒന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ നോർമലായിട്ടൊരു വീഡിയോ ആണ്, ക്ലിപ്സ് മാത്രമേ. ഇപ്പോൾ നടന്നിട്ട് പോണത് നമ്മുടെ ആശാൻ്റെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പണിശാലിലേക്ക് ബൈക്ക് പോകാനുള്ള പേടകം തയ്യാർ. അപ്പോൾ നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. സൈറ്റ് എവിടെയാണ് ബൈ? സൈറ്റിലെത്തി ഡ്രസ് മാറ്റണം, പിന്നെ പണി ചെയ്യണം. പണി എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്ന ഫ്രെയിം മുഴുവൻ അവിടെ ഇരിക്കണ നെറ്റ് വെച്ചിട്ട് മറയ്ക്കുക. അതുപോലെ അടിയിലുണ്ട്. ഇപ്പോൾ ഈ ഫ്രെയിമൊക്കെ അടിച്ചത് നമ്മുടെ കമൽ ബായും ആശാനും കൂടിയിട്ടാണ്. ഞാൻ നല്ല ലീവായിരുന്നു. നമുക്ക് ആദ്യത്തെ ടാസ്ക് കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന ഫ്രെയിമൊക്കെ പെയിൻ്റ് അടിക്കണം, ഗ്രേ പെയിൻറ്റ്. ഇതും പിന്നെ വേറൊരു ഫ്രെയിമുണ്ട്, കാണിച്ചു തരാം. താഴെയുള്ള ഈ മുഴുവൻ ഫ്രെയിമും പെയിൻ്റ് അടിക്കണം, റോളർ വെച്ച്. ഈസി ടാസ്ക്. അത് കുഴപ്പമില്ല. ഇതൊരു ഇപ്പോൾ സമയം 9:45, ഒരു 10:45 തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ. മുകളിലത്തെ അടിക്കണം, അല്ലാണ്ട് ഇതും അടിക്കണം. ആദ്യ ദൗത്യം തന്നെ പരാജയപ്പെട്ടതായി അറിയിക്കുന്നു. മഴ കനത്ത മഴയെ തുടർന്ന് പെയിൻ്റ് അടി എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. നീ ഇവിടെ പെയിൻ്റ് അടി നിർത്തില്ല. നീ ഫ്രെയിം മഴ നിന്നാൽ ഇനിയിപ്പോൾ അത് തുടച്ചിട്ട് വീണ്ടും അടിക്കണം. അയ്യോ പടിയിലത്തെ പെയിൻ്റ് അടിയിൽ തുടങ്ങിയിട്ട് അത് പകുതി വെച്ച് മഴ കാരണം നിർത്തി മുകളിൽ കയറി മുകളിലത്തടിച്ചു. കണ്ടോ, ഫ്രണ്ട് മാത്രമേ അടിച്ചുള്ളൂ, ബാക്ക് സൈഡ് ഇനി അടിക്കാണ്ട്. അതെ. അപ്പം ഇനിയിപ്പോൾ ടീ ബ്രേക്ക്. ചായ കൊണ്ടുവന്നിട്ട് അത് കുടിച്ചിട്ട് ബാക്കി. ചായ. അതെ, കമലൊരു തംസപ്പ് കാണിച്ച. അയ്യോ, ചായക്കടയിലൊക്കെ ഇന്ന് ഇയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. തംസപ്പ് കാണിക്ക്. തംസപ്പ്. നമ്മുടെ കൂലിപ്പണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തപ്പോൾ നമുക്ക് കയറിയിരിക്കാം. അത് നേരം പോവാൻ ഏറ്റവും ബെസ്റ്റ് ഒരു മാർഗ്ഗമാണ് വെൽഡിങ്, ഡ്രസ് വർക്ക്. മഴ പെയ്താൽ നമുക്ക് കയറിയിരിക്കാം. പിന്നെ ചില ദിവസങ്ങൾ മഴ കൂടുതലായ പണി ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അത്രേ ഉള്ളൂ. വെയിലായി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അതൊക്കെയൊരു പ്രശ്നമാണ്. പക്ഷേ വൈകിട്ടാകുമ്പോൾ പൈസ കയ്യിൽ കിട്ടുമ്പോൾ അതൊക്കെ മാറും. നമ്മൾ ഈ ടൗൺ ഏരിയയിലൊക്കെ വർക്കിന് വന്നുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് പറയും? പ്രധാന പ്രശ്നം, നമുക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ സ്ഥലം ഉണ്ടാവില്ല ഇവിടെ. വീട്ടുകാരോട് ചോദിക്കാനും പറ്റില്ല, വീടിൻ്റെ സൈഡിൽ സ്ഥലം ഉണ്ടാവില്ല, വീടിൻ്റെ അപ്പുറത്ത് സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ വേറെ സ്ഥലം കിട്ടണ വരെ നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ബൈക്ക് എടുത്ത് ഇറങ്ങണം. എന്തൊക്കെ കഷ്ടപ്പാടാ ഒരു പണിക്ക് വന്ന. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ മുകളിലത്തെ പെയിൻ്റ് അടി കഴിഞ്ഞു. ഇനി താഴ്ത്തു. ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലാണ്, വേഗം അടിച്ച് തീർക്കാം. അപ്പോൾ 12 ഒരു മണിക്ക് മുന്നേ അടിച്ച് തീർക്കണം. എന്നാലേ ഉച്ചയ്ക്ക് ചോറിനാൻ പോകാൻ പറ്റുള്ളൂ. 1 മണിക്ക് ചോറിനാൻ കാരണം അല്ലേ ബൈ? 1 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറും അല്ലേ കമൽ ബൈ? ചപ്പാത്തി. അപ്പോൾ പെയിൻ്റ് അടി കഴിഞ്ഞിട്ടില്ല, സ്റ്റിൽ പെൻഡിങ്, ലിറ്റിൽ ബിറ്റ്. ഓക്കെ, ഇവിടെ അടിക്കാണ്ട്. ഇവിടെ ബാക്ക് സൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കമൽ ഭായി ഇതൊക്കെ ഒറ്റയ്ക്ക് കയറ്റിട്ടാ. നെറ്റൊക്കെ വേണ്ട,
ഈ നെറ്റൊക്കെ ആളൊറ്റയ്ക്ക് അടിച്ച് മട്ടൺ കറി. ആ സ്പെഷ്യൽ കറി. പിന്നെ മട്ടൺ കറി. ആ ചപ്പാത്തി മട്ടൺ കറി. ഓക്കെ. ഉച്ചക്കത്തെ ഭക്ഷണം. ഉച്ചയ്ക്ക് ഇന്ന് ബീഫ് ഇല്ല. വൈകി ഇന്ന് മട്ടൻ കറി കണ്ട. മട്ടനും ചപ്പാത്തിയാണ് ഇയാളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അല്ലേ? ഉച്ചയ്ക്ക് ശേഷം ഇനിയിപ്പോൾ 2 മണിയായി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പെയിൻറ്റിങ് സെറ്റ്. ഉച്ചയ്ക്ക് ശേഷമുള്ള പണി. കറണ്ടില്ലേ? ശുഭം. കറണ്ട് പോയി. 2 മണിയായി. നിങ്ങൾ പണിക്ക് കയറാൻ ഉള്ള സമയമായി. ഇപ്പോൾ കറണ്ട് പോയി. അപ്പം ഇനിയിപ്പോൾ ഞാൻ ആൾക്ക് പണിയണ്ട, എനിക്ക് പെയിൻ്റ് അടിക്കണം. ഞാൻ പോയി പെയിൻ്റ് അടിക്കട്ടെ. അപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി 2:03 പണിക്ക് കയറി. 2:12 ആയിട്ടുള്ളൂ. മഴ കാണാല്ലേ? കിടില മഴ. 2:15 ആയുള്ളൂ. 10 മിനിറ്റ് പോലും പെടുന്നില്ല. മഴ. അയ്യോ എന്താ. ഇപ്പം ഇന്ന് വീട്ടിൽ പോകുമ്പോൾ 6 മണി. എന്താ ഭായി അല്ലേ? എന്താ ഇന്ന് വീട്ടിൽ പോകുമ്പോൾ 6 മണിയാവില്ലേ? 7 മണിയാവും. 7 മണി. ഒരു 15 മിനിറ്റിൻ്റെ മഴ അവസാനിച്ചു. ഇനി അടുത്ത സെക്ഷൻ. അപ്പം വീണ്ടും ഞാൻ താഴ്ത്തിക്ക് ഇറങ്ങാം. വീണ്ടും കറണ്ട് പോയി കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെയാ പണി എടുക്കില്ല കേട്ടാ. അതെ, പുറത്തുനിന്ന് ഇനി ആൾക്കാരെ നിറക്കരുത്. ഹിന്ദിക്കാരെ കേട്ടാ. ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ്ടാ കറണ്ട് പോയി പറഞ്ഞിട്ട് എങ്ങനെ ഇരിക്കും. പെയിന്റ് അടിക്കലോ ഒന്നും ചെയ്യില്ല കേട്ടാ. വേണ്ടാ. എന്തോ വരാൻ പോകുന്നു. എൻ്റെ മനസ്സ് പറയുന്നു തക്കിട്ട് 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 തക്കിട്ട്. എന്തല്ലേ മഴയാണ്. മഴ ഫുള്ള് മഴ. പെയിന്റ് അടിക്കാൻ പറ്റില്ല. ചെറിയൊരു കട്ട മാത്രമേ ഉള്ളൂ. കണ്ട ഇത് മാത്രമേ ഉള്ളൂ അടിക്കാൻ. അത് പക്ഷേ മഴ. നമ്മുടെ കമൽ ഭായ് ഒഫീഷ്യലി കവാടം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി. അതെ. പിന്നെ അടിയിലത്തെ പെയിൻ്റ് അടി കഴിഞ്ഞു. അത് തീർത്തു. ഇപ്പോൾ ഇവിടെയാണ് ഈ ഗ്രില്ല്. കണ്ടാ, ഇത് വെൽഡ് ചെയ്ത സ്ഥലത്തൊക്കെ പെയിൻ്റ് അടിക്കാം, ടച്ച് ചെയ്യാം. അതിൻ്റെ ഇത് ചെയ്യണം. ഇതിൻ്റെ ബാക്ക് സൈഡും ഇതിൻ്റെ ബാക്ക് സൈഡും. അപ്പോൾ പെയിൻ്റ് അടി പകുതി 3/4 ഭാഗം പൂർത്തിയായിരിക്കുന്നു. സമയം 4:20. അപ്പോൾ ചായ കുടിക്കാൻ പോവാണ്. നമ്മൾ പണി ശരിക്കും എടുത്തില്ലെങ്കിലും ഈ ചായ കുടി, ചോറുണ്ണൽ ഇതൊക്കെ നേരത്തിൽ ചെയ്യണം. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. 15 മിനിറ്റ് ചായ കുടിക്കാം. അത് കഴിഞ്ഞ് ഇനി ബാക്ക് ടു പെയിൻ്റ് അടി. എനിക്ക് ഈ പെയിൻ്റ് അടി കാണുമ്പോൾ എനിക്ക് സംശയം ഇടയ്ക്ക് വരും. പെയിൻറ്റ് പണിക്കാണോ വന്നത് അതോ ബിൽഡിംഗ് പണിക്കാണോ വന്നത്? കാരണം വേറൊന്നുമില്ല, ഇതിനുള്ളൂ പോണവരെ. നമ്മുടെ പണി അവസാനിച്ചിരിക്കുന്നു. ഒന്നും ചെയ്തിട്ടില്ല. ഇത് മുഴുവൻ വെച്ചു, നെറ്റ് മുഴുവൻ. പിന്നെ അത്യാവശ്യം പെയിൻ്റ് അടിച്ചു. ഇത് തന്നെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പണി ഇവിടുത്തെ കഴിഞ്ഞിരിക്കുന്നു. ഇനി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വിത്ത് ലോട്ട് ഓഫ് തിങ്സ്. അപ്പൊ നമ്മള് ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം അനീഷ് അമ്പോറിന്റെ കടയിലേക്ക് എത്തി. അപ്പൊ വിത്ത് അനീഷ് അമ്പോർ, പണിക്ക് വരാത്തത് അനീഷ് അമ്പോർ. ഇത് നമ്മുടെ കുഞ്ഞാണ്ടി. ഞാൻ പുതിയ വ്ളോഗറാ. വന്നിട്ടുള്ള പുതിയ സ്റ്റോക്കാണ്. നിവിയുടെ കാർബോണേറ്റ് ആണ്. കാർബോണേറ്റ് അല്ല, ഇൻഫ്രയാണ്. സൈസ് വരുന്നത് 6 ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് 1499 മറ്റേ ബില്ലിട്ടാ. പണി കഴിഞ്ഞിട്ടേ 6:45 ഇവിടെ എത്തിയതാ. 7:30. വീട്ടിൽ പോകാൻ പറ്റില്ല.
അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞാണ്ടിയും കടയും. സീവാഗ് സ്പോർട്സ്, കോഞ്ചേരി റോഡ്, തൃശ്ശൂർ. നമ്മുടെ സ്വന്തം കടയാട്ടാ. എന്തേലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വന്നിട്ട് പർച്ചേസ് ചെയ്താൽ എൻ്റെ പേര് പറഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും അല്ലേ കുഞ്ഞാണ്ടിയെ? ബാക്ക് ടു ഹോം. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ ട്ടാ.